അമേരിക്കയുമായി ഇറാൻ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആരും വിചാരിച്ചില്ല ഇറാന് അമേരിക്കയെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന്. എന്നാൽ ഇപ്പോൾ ഇറാന്റെ അടികണ്ട് തിരിഞ്ഞോടിയിരിക്കുകയാണ് അമേരിക്ക എന്നൊരു വാർത്ത പുറത്തു വന്നു. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോർമൂസ് ഒരു പേൾ ഹാർബറായി മാറാതിരിക്കാൻ അമേരിക്കയുടെ 3 ഡിസ്ട്രോയറുകൾ ഇറാന്റെ ആക്രമണം ഭയന്ന് പിന്മാറി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിശ്വസനീയമാണ്, എനിക്കറിയാം, നിങ്ങൾക്കിത് വിശ്വസിക്കാൻ സാധിക്കില്ല, പക്ഷേ ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. എന്തായാലും ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി വൈകി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ അമേരിക്കൻ നാവികസേനയുടെ 3 ശക്തമായ ഡിസ്ട്രോയർ കപ്പലുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നടന്ന പോൾ ഹാർബർ ആക്രമണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ആക്രമണം വളരെ ആക്രമണാത്മകമായിരുന്നു. ഇറാനിയൻ ആക്രമണത്തിന് ശേഷം ജീവൻ രക്ഷിക്കാൻ അമേരിക്കൻ കപ്പലുകൾ ഹോർമൂസിൽ നിന്ന് അറേബ്യൻ കടലിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. USS ട്രക്സ്റ്റൺ, USS റാഫേൽ പെറാൾട്ട, USS മേസൺ എന്നീ 3 US നാവികസേനാ കപ്പലുകളെയാണ് ഇറാൻ ലക്ഷ്യമിട്ടതെന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇറാൻ നിരവധി മിസൈലുകൾ, ചാവേർ ഡ്രോണുകൾ, ചെറിയ നാവിക കപ്പലുകൾ എന്നിവ വിക്ഷേപിച്ചു. എന്നിരുന്നാലും ഈ ആക്രമണങ്ങളെല്ലാം തങ്ങൾ പരാജയപ്പെടുത്തിയെന്ന്, തങ്ങളുടെ കപ്പലുകൾ സുരക്ഷിതമായി ഒഴിപ്പിച്ചു എന്നുമാണ് US നിലവിൽ അവകാശപ്പെട്ടത്. പിന്തുരിഞ്ഞോടി എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ നാണക്കേടാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ട്രംപിന്റെ ഒരു പ്രതികരണമുണ്ട്. സംഭവത്തിന് ശേഷം 3 കപ്പലുകളും സുരക്ഷിതമാണെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. US വ്യോമാക്രമണത്തെ ഒരു ലവ് ട്രാപ്പ് എന്നും മുഴുവൻ ഏറ്റുമുട്ടലിനെയും ഒരു ചെറിയ പ്രഹരം മാത്രമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. വെടിനിർത്തൽ ഇപ്പോഴും നിലവിലുണ്ടെന്നും, എന്നാൽ ഇറാൻ ഉടൻ തന്നെ ഒരു കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ US കൂടുതൽ ആക്രമണാസക്തമായി പ്രതികരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ്.